ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. ഇന്നൊരു മൺഡേ ആണ്. അപ്പം ഓഫീസിൽ പോകണം, മോൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ വിചാരിച്ചു രാവിലെയല്ല, ഇന്നലെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ, ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും നോക്കാമെന്ന്. അപ്പോൾ ഇത് രാവിലെ എണീറ്റു. ഒരു വർക്കിംഗ് ഡേ ആയിട്ടുള്ള ദിവസം, മോൾക്കൊക്കെ പോകേണ്ട ദിവസം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. എന്നിട്ട് ഫ്രഷ് ആയിട്ട് താഴെ വന്നിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇത്. ആദ്യം ടി വി വയ്ക്കും. ടി വിയിൽ എന്തെങ്കിലും മന്ത്രാസോ അല്ലെങ്കിൽ ഡിവോഷണൽ സോങ്സ് എന്തെങ്കിലും വെക്കും. അതിൻ്റെ കൂടുതൽ തന്നെ അതുപോലെ ചന്ദനത്തിരി കത്തിച്ചിട്ട് വെക്കും കേട്ടോ. ഇത് ചെറുപ്പം തൊട്ടേ ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ അങ്ങനെയായിരുന്നു. ഞാൻ എണീക്കുന്ന സമയത്ത് നല്ല ചന്ദനത്തിരിയുടെ മണവും ഡിവോഷണൽ സോങ്ങൊക്കെ കേട്ടിട്ട് എണീക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ ഈ രണ്ട് സാധനത്തിനും നമ്മുടെ ഒരു ദിവസത്തെ മൂഡ് ഭയങ്കരമായിട്ട് നല്ലതാക്കാൻ, ഭയങ്കര നമ്മളെ റിഫ്രഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവുണ്ട് ഈ രണ്ട് സാധനത്തിനും. അപ്പം അതിനുശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് പോകട്ടോ. കിച്ചണിൽ പോയിട്ട് ആദ്യം മോളുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക. ഇന്ന് അവൾക്ക് കൊടുക്കുന്ന ലഞ്ച് തന്നെയാണ് ഞാനും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. അവൾക്ക് ഞാൻ ഇന്ന് കിനുവ സാലഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം അത് തന്നെ ഞാൻ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം കെറ്റിലിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിന് ശേഷം ഞാൻ നേരെ പോയി നോക്കിയത് നമ്മുടെ ഇഡ്ഡലി മാവ് എന്തായി എന്നാണ്. കാരണം ഞാൻ ഇന്നലെ രാത്രിയിൽ ലേറ്റായി പോയി അരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അത് വിചാരിച്ചത്ര പൊങ്ങി വന്നില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. സോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്നിയുമാണ്. അതിന് ശേഷം ഞാൻ വിചാരിച്ചു ചട്നിയും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന്. കാരണം കിനുവ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിനുവ വേവിക്കാനുള്ള വെള്ളം ചൂടായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാ സാധനം എടുത്ത് വെച്ചപ്പോഴാണ് നമ്മുടെ വെള്ളം ചൂടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കിനുവ വേവിക്കാൻ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് കിനുവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ കിനുവ കഴുകിയിട്ട് അതിനകത്ത് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇത് എനിക്കും ഏട്ടനും വേണ്ടിയിട്ട് കിനുവ സാലഡിന് കൂടെ കഴിക്കാൻ വേണ്ടി ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പം അതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മോൾക്ക് സ്കൂളിൽ വെജിറ്റേറിയൻ മാത്രമേ കൊടുത്തുവിടാൻ പാടുള്ളൂ. കാരണം ഇന്ത്യൻ സ്കൂളാണല്ലോ. അപ്പം പല കൾച്ചറിൽ നിന്ന് വരുന്ന ഉള്ളതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചട്നി സാധാരണ മുളക് ചുട്ടിട്ടുള്ള റെഡ് കളറിലെ ചട്നി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കാൻ പോണേ. ആക്ച്വലി സമയം കുറച്ച് ലേറ്റായി. കാരണം പറയാൻ വെച്ചാൽ എനിക്ക് വയ്യായിരുന്നു. ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ആർക്കും വയ്യായിരുന്നു. ഫീവറും കോൾഡും കഫും ഒക്കെ ആയിട്ട് മോൾക്കായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും വന്നു. അങ്ങനെ സാധാരണയാണെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് അവളെ വിളിക്കേണ്ട സമയമായിരുന്നു. അപ്പം കുറച്ചൊന്ന് ലേറ്റായി. അപ്പം ഞാൻ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഏട്ടൻ റെഡിയാക്കിക്കോളും. ഞാൻ പറഞ്ഞു ഞാൻ ഒത്തിരി ലേറ്റായി പോയെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഏട്ടൻ റെഡിയാക്കിക്കോളും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് ആർക്കും വയ്യായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി ഈ വീഡിയോ തന്നെ എടുക്കാൻ തന്നെ കാരണം അതാണ്. രാവിലെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫീസിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് മൺഡേയും 3 ദിവസമാണ് ഓഫീസിൽ പോകേണ്ടത്. മൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേ ആണ് കേട്ടോ ഓഫീസിൽ പോകേണ്ടത്. ബാക്കി വെനസ്ഡേ ഫ്രൈഡേ എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്. അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഒട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പോയിട്ടില്ലെങ്കിൽ അങ്ങനെ ആരും ചോദിക്കുമോ നീ ഇത്ര ദിവസം വന്നില്ലല്ലോ എന്നോ അങ്ങനെയൊന്നും ചോദിക്കുകയൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്നാലും എനിക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ അയ്യോ പോയില്ലല്ലോ എന്നുള്ള ഭയങ്കര എന്തോ ഒരു കുത്തു പോലെ തോന്നും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അതുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഒട്ടും വയ്യാണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ
ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പം വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉഷാറ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി അങ്ങനെ പ്ലാൻ ചെയ്തത്. വർത്താനം പറയുന്നതിനിടയിൽ നമ്മുടെ ചട്നി റെഡി ആയായിരുന്നു, ഇഡ്ഡലി റെഡി ആയിരുന്നു, പിന്നെ നമ്മുടെ എന്താണ് കിനുവ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചു കിനുവയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് അരിയാമെന്ന് വിചാരിച്ചു. അപ്പം കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ. ക്യുക്കുംബറും പിന്നെ ക്യാപ്സിക്കം, ആപ്പിൾ, പിന്നെന്താണ് ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രോക്കലി, ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക എപ്പോഴും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ സാലഡ്സൊക്കെ ഒലിവ് ഓയിലാണല്ലോ ഉണ്ടാക്കണത്. പക്ഷേ ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്യുന്നതൊക്കെ കോക്കനട്ട് ഓയിലിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഒലിവ് ഓയിൽ കുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല എനിക്ക്. പക്ഷെ ഞങ്ങൾ ഇവിടെ ചെയ്യാറില്ല. അപ്പം ഇതിപ്പം ഈ സെയിം സാധനം തന്നെ കുക്ക് ചെയ്യാണ്ട് ചെയ്യുവാണെങ്കിൽ ഒലിവ് ഓയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ ഈ എണ്ണയിലിട്ടു. അതിങ്ങനെ അധികം സോട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇത് സാലഡാണല്ലോ, അപ്പോൾ അധികം കുക്കാവേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ എണ്ണയിലിടുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ട് പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും പിന്നെ മസ്റ്റർഡ് പൗഡറാണ് ഇടുന്നത്. പിന്നെ ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓറഞ്ച് ഞാനൊരു 2 ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്ക്വീസ് ചെയ്തിടുക. ശരിക്കും ഈ ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും ഫ്ലേവറാണ് കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത്. ഈ പുളിയും മധുരവും പിന്നെ അതിൻ്റെ കൂടുതൽ ഉപ്പും ഈ ചെറിയൊരു എരിവൊക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ സെയിം സാധനം തന്നെ സ്റ്റിക്കി റൈസിൽ ചെയ്യാറുണ്ട് കേട്ടോ. മോൾക്ക് അതാണ് ഇഷ്ടം. അതും എനിക്കും അതെ, അതാണ് ടേസ്റ്റ് ആക്ച്വലി. പക്ഷേ ഇതാണല്ലോ കുറച്ചും കൂടെ ഹെൽത്തിയർ വേർഷൻ. സോ ഇതങ്ങനെ വല്ലപ്പോഴും അതും മാറിയിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. സോ അങ്ങനെ അത് റെഡിയായിട്ട് അവിടെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി അവളുടെ മോർണിംഗ് സ്നാക്ക് ഞാൻ എപ്പോഴും അവൾക്ക് 2 തരത്തിലുള്ള ഫ്രൂട്ട്സാണ് കൊടുക്കാറ്. ഓറഞ്ച്, ബ്ലൂബെറി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും മോർണിംഗ് സ്നാക്ക് ഫ്രൂട്ട്സ് മാത്രം 2 തരം ഫ്രൂട്ട്സാണ് കൊടുക്കുക. ഇത് ആഫ്റ്റർനൂൺ സ്നാക്കാണ്. ഇതെപ്പോഴും എന്തെങ്കിലും കുക്കീസോ അല്ലെങ്കിൽ മഫിൻ അങ്ങനത്തെ എന്തെങ്കിലുമാണ് പാക്ക് ചെയ്ത് കൊടുക്കാറ്. ഇന്ന് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ ഒരു യോഗട്ടും കൂടെ വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് അവൾക്ക് കോൾഡ് അധികം മാറാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു യോഗട്ട് വെക്കേണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു യോഗട്ടും കൂടെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ച് നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഓഫീസിലുള്ള ദിവസമാണെങ്കിൽ ഞാനും അവൾ ഒരുമിച്ചിരുന്നിട്ട് കഴിക്കും. അല്ലാത്ത ദിവസമാണെങ്കിൽ ആദ്യം അവൾ കഴിച്ചിട്ട് അവൾ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ ലേറ്റായിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഏട്ടൻ അങ്ങനെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് മോളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ സ്കൂളിൽ കൊണ്ടുവിടുകയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യണം, കാരണം സ്കൂൾ ബസ്സില്ല. അപ്പം സാധാരണയാണെങ്കിൽ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അടുത്ത്, അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം അവരാണ് രാവിലെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, സ്കൂളിലേക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളെയും ആ കുട്ടീനെയും ഇവളെയും ഏട്ടനാണ് വൈകിട്ട് പിക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഇന്ന് അവർക്ക് എല്ലാവർക്കും പനിയും ഒക്കെ ആയതുകൊണ്ട് അവർ വന്നില്ല. സോ ഇന്ന് ഏട്ടനാണ് അവളെ ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവളെ വിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ ലഞ്ചൊക്കെ എടുത്ത് വയ്ക്കുക. ലഞ്ചൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ റെഡി ആവാൻ പോവും. പിന്നെ റെഡിയാകുമ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതൊന്നും ഞാനങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ ടച്ചോട് കൂടെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ചെയ്യാറില്ല എന്നല്ല, ചെയ്യാൻ അറിയില്ല. സോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുക കേട്ടോ. ഞാൻ ആദ്യം ചെയ്തത് നിയാസിനമൈഡ് ആണ് കേട്ടോ. നിയാസിനമൈഡ് ഞാൻ കാണിച്ചത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, എൻ്റെ സ്കിന്നിനത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കത് അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് വെച്ചിട്ട് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. മെബലീൻ്റെ ഫിറ്റ്മി ഏത് ഇതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതാണ് യൂസ് ചെയ്യണത്. അതിന് ശേഷം പിന്നെ ഞാൻ കോൺടൂർ ചെയ്തിട്ടൊന്ന് നിക്സിൻ്റെ ഒരു കോൺടൂർ സ്റ്റിക്കായിരുന്നു, കോൺടൂർ ചെയ്യും. അതിന് ശേഷം നമ്മുടെ മെബലീൻ്റെ തന്നെ ഒരു ബ്ലഷ് വെച്ചിട്ട് ബ്ലഷ് ചെയ്യാറുണ്ട്. പിന്നെ
നമ്മുടെ ഒരു ഷെയ്ഡ്സ് വെച്ചിട്ട് ഐ ഷാഡോ ചെയ്യാറുണ്ട്. അത് പലാഡിയോൻ്റെ ഷെയ്ഡ്സാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലെ ചില ഷെയ്ഡ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, പക്ഷേ എന്നാലും എനിക്ക് ആ പാലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം കണ്ണെഴുതും, പിന്നെ മസ്കാര ഇടും, പിന്നെ ഒന്ന് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ ആദ്യം ഇട്ടത് ലിപ്പ് ലൈനർ ഇട്ടതും ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ്. ലോറിയലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ്, ഒരു ഡാർക്ക് ഷെയ്ഡായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ തീരാറായി. അതിന് ശേഷം പിന്നെ ലോറിയലിൻ്റെ തന്നെ ഒരു ന്യൂഡ് ഷെയ്ഡ് വെച്ചിട്ട് ഞാനൊന്ന് ഫില്ല് ചെയ്തു. പിന്നെ എന്താണ്, കണ്ണ് ഞാൻ സാധാരണ മുഴുവനും ഞാൻ മേലെയും താഴെയൊക്കെ എഴുതുന്ന ആളായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നാൾ എഴുതാണ്ടായപ്പോഴത്തേക്കും ഇപ്പം ഞാൻ കണ്ണെഴുതും എനിക്ക് എന്തോ ഭയങ്കര ഒരു വൃത്തികേടായിട്ട് തോന്നാറുണ്ട്, കഥകളി കെട്ടിയ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കണ്ണ് ജസ്റ്റ് ഒരു വാല് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അതിന് ശേഷം മുടിയിലൊന്ന് ജസ്റ്റ് ഒരു വാറ്റിക്കയുടെ ഒരു സെറ്റിംഗ് ക്രീം ഇട്ടു. പിന്നെ മുടി ഒത്തിരി വേവിയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്ട്രെയിറ്റ്ന് ചെയ്യാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകാറേ ഉള്ളൂ. അങ്ങനെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതും മുടി അങ്ങനെ ഇരിക്കുന്നതും എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അതിന് ശേഷം പിന്നെ ഒരു ബ്രിട്നി സ്പിയറിൻ്റെ ഹെയർ മിസ്റ്റ് എന്തുമായിരുന്നു അത് ഇട്ടു. പിന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഒരു ബോഡി ലോഷനും കൂടെ. ഇനി ബാഗും കൂടെ റെഡിയാക്കിയിട്ട് പോവാം. എൻ്റെ ബാഗ് എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും കളിയാക്കണതാണ് കേട്ടോ. നീ എന്താണ് കല്ലും എടുത്തുകൊണ്ടാണോ വരുന്നതെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ ലഞ്ചൊക്കെ എടുക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ എല്ലാം അതിനകത്ത് കുത്തി കെട്ടിയിട്ടാണ് പോകണം കേട്ടോ. എനിക്ക് കയ്യിലൊന്നും വെച്ചുകൊണ്ട് നടക്കുന്ന ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ ട്രെയിൻ സ്റ്റേഷനിൽ. ഇന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ലേറ്റായിപ്പോയി. കുഴപ്പമില്ല, ഇവിടുന്ന് എവറി 15 മിനിറ്റ്സ് ട്രെയിൻ ഉണ്ട്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഒരു 20 മിനിറ്റ്സാണ് ഓഫീസിലോട്ട്. നേരെ കാണുന്നതാണ് കേട്ടോ ട്രെയിൻ സ്റ്റേഷൻ. എനിക്ക് റോഡ് ക്രോസ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് വോക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ സാധാരണ 8:32 ട്രെയിനാണ് എടുക്കാറ്. ഇന്ന് ലേറ്റായി, 8:46 കിട്ടുള്ളൂ. ടൊറൻറ്റോ ഡൗൺ ടൗണിലാണ് കേട്ടോ എൻ്റെ ഓഫീസ്. ഇപ്പം ഡൗൺ ടൗണിലെത്തി. ഇനി ഇവിടുന്ന് സബ്വേ വഴി എനിക്കൊരു 7 മിനിറ്റ്സ് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് ഏകദേശം ഓഫീസിലെത്തി കേട്ടോ. എന്താണ്, ഞാനിവിടെ ഒരു സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാവരുടെയും ജോലി ഇഷ്ടമായിരിക്കും, അങ്ങനെയല്ല. ഞാൻ പറയാമെന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. എനിക്കങ്ങനെ ടെൻഷൻസ് ഒന്നുമില്ല. അത് ഓഫീസിലുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര കൂളാണ്. അതുകൊണ്ട് ജോലിയുടെ കാര്യത്തിൽ ഞാൻ ദൈവം സഹായിച്ചിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ. സ്ഥിരം ചായ കുടിക്കാൻ വേണ്ടി പോവുക. ഞാനാണ് ധനുവിന് ഇന്ന് കോഫിയും സ്നാക്സും ഒക്കെ മേടിച്ചു. അല്ലെങ്കിലേ നമുക്ക് 2 o'clock പോവാം. അവർ പറഞ്ഞു മോസ്മോസിൽ പോവാം. അപ്പം അങ്ങനെ പോവാം. ഇന്ന് നമുക്ക് 2 o'clock അല്ല 3 o'clock. സോറി 3 o'clock. ഓക്കെ, 3 o'clock വി ആർ ഗോയിങ് ടു മോസ്മോസ്. ഇവളാണ് കേട്ടോ എൻ്റെ ടീമിലെ ഏക മലയാളി. അപ്പം നമ്മളാണ് ചായ കുടിയും ചോറ് കഴിക്കലൊക്കെ ഒരുമിച്ച് ഞങ്ങൾ തന്നെയാണ് എപ്പോഴും കൂടെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് കഴിക്കാറുണ്ട്, പക്ഷേങ്കിൽ കൂടുതലും
നമുക്ക് ഗോസിപ്പ് പറയാനൊക്കെ എളുപ്പമല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് കൂടെ. അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി കേട്ടോ. അത് ആക്ച്വലി അതിന് ശേഷമല്ല, അതിന് ശേഷം നമ്മൾ കുറച്ച് ജോലി ചെയ്തായിരുന്നു. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇവർ ചോറ് തിന്നാനും ചായ കുടിക്കാനാണോ ഓഫീസിൽ പോണേന്ന്. അല്ല കേട്ടോ, ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഷൂട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. അതിന് ശേഷം കുറച്ച് പണിയൊക്കെ എടുത്തു, മീറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അവൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, അപ്പം അവൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പം വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ദിവസമാണെങ്കിലും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട്, ബിൽഡിങ്ങിന് ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇരുന്നുകൊണ്ടാണ് കഴിക്കുന്നത്. അല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഫ്ലോറിൽ തന്നെ കഫറ്റീരിയ ഉണ്ട്. അപ്പം എല്ലാവരുടെയും എല്ലാവരുടെയും കൂടെ. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കോഫി ഷോപ്പിലോട്ട് പോയിട്ടോ. ഒരു കോഫി ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ചായയൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ തിരിച്ച് കുറച്ചുകൂടെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേലോട്ട് പോയി. ഇവിടെ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് സ്ലോ ആവും കേട്ടോ. എല്ലാവരും വെക്കേഷൻ മോഡിലായിരിക്കും. പിന്നെ ഡിസംബർ പകുതിയൊക്കെ ആകുമ്പം കോഡ് ഫ്രീസാണ്. അപ്പം ജോലി അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ പ്രൊഡക്ഷൻ ഡിപ്ലോയ്മെൻറ്റൊക്കെ ഈ വീക്കിൽ നടക്കുന്നതുകൊണ്ട് മിക്കവാറും എല്ലാം കോഡ് ഫ്രീസ് ആയിരിക്കും. അങ്ങനെ ജോലി അപ്പോൾ കുറവായിരിക്കും ഡിസംബറിൽ. പിന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അവരവരുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പം ആക്ച്വലി 4:45 ആയുള്ളൂ കേട്ടോ. ഇപ്പം ഒരു സന്ധ്യ കഴിയുന്ന രീതിയിലോട്ട് ഇരുണ്ട് വന്നു. ഇവിടെ അറിയാമല്ലോ, വിൻ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സന്ധ്യയായി ഒന്ന് ലൈറ്റൊക്കെ മാറി വരും കേട്ടോ. ഹലോ. അങ്ങനെ ഇന്നത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ച് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ എത്തിയിട്ട് ഉള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് ക്രിസ്മസ് ഡെക്കറേഷനാണ്. അത് കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് ഭയങ്കര സിക്കായത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീക്കെൻഡിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. എല്ലാവരും സിക്കായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്നതങ്ങ് തീർത്തേക്കാം. ഹലോ. നാറാസ് ബർത്ത്ഡേ ആയിരുന്നോ? എന്തത്? Here is a crystal candy. Crystal candy. Christmas jelly beans. And a rainbow lollipop, but it's cracked for me. Wow, super. It also gave one more thing, but it's in the fridge. അപ്പോൾ ഡിന്നറിന് നമുക്ക് ദോശയാണ് കേട്ടോ. ദോശയും ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ ചിക്കൻ കറി ദോശയാണ് നമ്മുടെ ഡിന്നർ. നമ്മൾ നേരത്തെ ഡിന്നർ കഴിക്കും കേട്ടോ. ഒരു 6:30-7 ഒക്കെ ആകുമ്പോഴത്തേക്കും ഡിന്നർ കഴിച്ച് തീർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെത്തി ആദ്യം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ആദ്യം ചെയ്യുന്നത് ഡിന്നറൊന്ന് സെറ്റാക്കുക എന്നാണ്. ഏട്ടൻ ഓൾറെഡി വെളിയിൽ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഡിന്നർ സെറ്റ് ചെയ്ത് കഴിച്ചതിന് ശേഷം മോളുടെ ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത് ചെയ്ത് അവളെ ഒന്ന് കിടത്തിയിട്ട് വേണം ഹെൽപ്പ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മോളെ സെറ്റാക്കിയിട്ട് വരാം. അവളെ ഹോംവർക്ക് കഴിച്ച് ഒന്ന് കിടത്തണം, അല്ലെങ്കിലേ ശരിയാവില്ല. നാളെ സ്കൂളുള്ളതാണ്. വാ 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 വാ, ഹോംവർക്ക് ചെയ്യണ്ടേ? വാ. വാ. കൊച്ചുണ്ണി അങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് കേട്ടോ. ഞങ്ങൾ അവളെ ഒറ്റയ്ക്ക് കിടത്താറില്ല കേട്ടോ. അവൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടക്കാറ്. ഇവിടെ എല്ലാവരും നേരത്തെ ഒറ്റയ്ക്ക് കുട്ടികളെ കിടത്തി ശീലിപ്പിക്കാറുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ
എനിക്കെന്തോ അതിന് മനസ്സ് വരാറില്ല. അങ്ങനെ ഏട്ടൻ വെളിയിലത്തെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞു അകത്ത് ക്രിസ്മസ് ട്രീ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നേരമായി തണുപ്പത്ത് വെളിയിൽ കഷ്ടപ്പെടുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അപ്പൂപ്പൻ. ഈ സാൻഡ് നമ്മൾ ഹോം ഡിപ്പോ എന്നാണ് കേട്ടോ മേടിച്ചത്. എനിക്കിന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ്. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.